ശാലു മേനോൻ ഒരു നർത്തകിയും അഭിനേതാവുമാണെങ്കിലും ഒരു കാലത്ത് കേരള രാഷ്ട്രീയത്തിലടക്കം ചർച്ചയായ പേരാണ്. അതുകൊണ്ട് തന്നെ ഒരു പരിചയപ്പെടുത്തലിന്റെയും ആവശ്യം ശാലു മേനോനില്ല. നിരവധി പരമ്പരകളിലും ഒപ്പം തന്നെ സിനിമകളിലും ശാലു മേനോൻ അഭിനയിച്ചിട്ടുണ്ട്. സീരിയലുകളിലൂടെയാണ് ശാലു മേനോൻ ജനപ്രീതി നേടിയെടുത്തത്. നായികയായും വില്ലത്തിയായും സഹനടിയായും എല്ലാം ശാലു ഒരുപാട് പ്രശംസകൾ നേടിയെടുത്തു. മികച്ചൊരു നർത്തകി കൂടിയായ ശാലു മേനോൻ അധ്യാപികയും നൃത്തവേദികളിലെ സജീവ സാന്നിധ്യവുമാണിപ്പോൾ. എന്നാൽ ഇടക്കാലത്ത് വിവാദങ്ങളിൽപ്പെട്ടത് ശാലുവിന്റെ കരിയറിനെയും ജീവിതത്തെയും തന്നെ ബാധിച്ചിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ ശക്തമായി തിരിച്ചുവരവാണ് ശാലു മേനോൻ നടത്തിയത്. ഇപ്പോൾ അഭിനയത്തിലും നൃത്തത്തിലുമെല്ലാം ശാലു മേനോൻ സജീവമാണ്. സോഷ്യൽ മീഡിയയിലും നിറസാന്നിധ്യമാണ് ശാലു മേനോൻ. റീലുകളും ചിത്രങ്ങളും ഒക്കെയായി സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്ക് മുന്നിൽ നിറഞ്ഞു നിൽക്കുകയാണിപ്പോൾ ശാലു. ഇപ്പോഴിതാ വനിതാ ദിനത്തിൽ ശാലു മേനോൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുന്നുണ്ട്. മലയാളത്തിലെ ഒരു വിനോദ മാധ്യമത്തിന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിൽ ശാലു മേനോൻ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. 3 സ്ത്രീകൾ മാത്രമുള്ള കുടുംബമായിരുന്നു തന്റേതെന്നും അമ്മയും അമ്മയുടെ അമ്മയും താനും അടങ്ങുന്ന കുടുംബമായിരുന്നുവെന്നും അങ്ങനെ ഞങ്ങൾ 3 പേർ മാത്രമേ 6 മാസം മുന്നേ വരെ ഉണ്ടായിരുന്നുള്ളൂവെന്നും ശാലു പറയുന്നു. ഈ അടുത്താണ് അമ്മുമ്മ മരണപ്പെട്ടത്. ഇപ്പോൾ താനും അമ്മയും മാത്രമാണ് വീട്ടിലുള്ളത്. അമ്മുമ്മ മൃദംഗമിസ്റ്റ് ആയിരുന്നു. അമ്മയായിരുന്നു കോർഡിനേഷൻസ് ഒക്കെ നോക്കിയിരുന്നതെന്നും ശാലു മേനോൻ പറയുന്നുണ്ട്. അമ്മുമ്മയെ ഇപ്പോൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടെന്നും ശാലു കൂട്ടിച്ചേർത്തു. തന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ വീട്ടിൽ തനിക്ക് പിന്തുണയായി ഉണ്ടായിരുന്നത് അമ്മയും അമ്മൂമ്മയും മാത്രമാണെന്നും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് കുടുംബത്തിൽ ആരൊക്കെ നമുക്കൊപ്പം ഉണ്ടാകുമെന്ന് മനസ്സിലാകുകയെന്നും ശാലു മേനോൻ പറയുന്നു. 3 സ്ത്രീകൾ മാത്രമടങ്ങുന്ന കുടുംബവുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നുവെന്നും ശാലു കൂട്ടിച്ചേർത്തു. ഒരു സമയത്ത് കുറെ കഷ്ടതകൾ താൻ അനുഭവിച്ചിരുന്നു. ആ സമയത്തൊക്കെ ഒരു സ്ത്രീ എന്ന നിലയിൽ പലരും ചോദിച്ചിട്ടുണ്ട്, ആത്മഹത്യയിലേക്ക് പോലും എത്തേണ്ട സാഹചര്യമായിരുന്നല്ലോ, എന്നിട്ടും എങ്ങനെ ബോൾഡായി നിന്നുവെന്ന്. അതൊന്നും തനിക്ക് അറിയില്ല എന്നും ദൈവത്തിന്റെ അനുഗ്രഹമാണ് അതൊക്കെയെന്നും അല്ലെങ്കിൽ ആരായാലും പിടിച്ചു നിൽക്കാൻ പറ്റാതെ കഠിനമായ കാര്യങ്ങളൊക്കെ ചെയ്തേനെ എന്നും ശാലു പറയുന്നുണ്ട്. തന്നെ സംബന്ധിച്ച് ഒരു സ്ത്രീ എന്ന നിലയിൽ താൻ തെറ്റുകൾ ചെയ്തിട്ടില്ല എന്നറിയാം. പിന്നെ താൻ എന്തിനു പേടിക്കണം? തന്റെ കൂടെ പിന്തുണയുമായി അമ്മയും അമ്മുമ്മയും ഉണ്ടായിരുന്നു. ആ ബോൾഡ്നെസ് തനിക്കുണ്ടായിരുന്നു. തന്റെ അച്ഛൻ മരിച്ചിട്ട് 21 വർഷത്തോളമായി. അന്ന് തൊട്ട് പെണ്ണുങ്ങൾ മാത്രമുള്ള കുടുംബമാണ് തൻ്റേത്. ആണുങ്ങളൊന്നും ഇല്ലായെങ്കിലും 3 പേരും ജോലികൾ ചെയ്ത് പോവുകയായിരുന്നു. 3 പേരും 3 തരത്തിലുള്ള ജോലികളായിരുന്നു ചെയ്തു വന്നതെന്നും ശാലു മേനോൻ പറയുന്നുണ്ട്. അങ്ങനെ കഷ്ടപ്പെട്ടാണ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. സ്ത്രീകൾ എപ്പോഴും നല്ല ബോൾഡായിട്ട് നിൽക്കണം, നല്ല കാര്യങ്ങൾ ചെയ്യണം. കൂടെ ഒരു കൂട്ടില്ല എങ്കിലും ഉറച്ചു നിന്ന് കാര്യങ്ങളൊക്കെയും നോക്കണം. ഇതാണ് തനിക്ക് പറയാനുള്ളത്. തന്റെ അനുഭവത്തിൽ നിന്നുമാണ് താനിത് പറയുന്നതെന്നും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കരുത്തോടെയും സന്തോഷത്തോടെയും മുന്നോട്ട് പോവുകയാണ് ജീവിതത്തിൽ വേണ്ടതെന്നും ശാലു മേനോൻ ചൂണ്ടിക്കാണിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.